മനുഷ്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ കൊതിക്കുന്നൊരു കാര്യമാണ് അവൻ പാർക്കുന്ന ദേശത്ത്, അവൻ്റെ സ്നേഹിതന്മാരുടെ നടുവിൽ, അവൻ്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ, അവൻ്റെ ചുറ്റുപാടുകളുടെ നടുവിൽ ഒരനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കണം. എത്ര പേർക്ക് അങ്ങനെ താല്പര്യമുണ്ട്? കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് ചാർച്ചക്കാരുടെ മുമ്പിൽ എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കണം. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 115 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. കണ്ടോ, ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു. അതിനർത്ഥം ദൈവം മറന്നുപോയി എന്നല്ല. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ സമയം ആയിരിക്കുന്നു. മനുഷ്യൻ എക്കാലവും പറയുന്നൊരു വാക്കാണ്, ഇതെൻ്റെ കഷ്ടകാലമാണ്, ഇതെൻ്റെ പരാജയത്തിൻ്റെ കാലമാണ്, ഇത് ഞാൻ ലജ്ജിച്ചു പോയ കാലമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ ആത്മീയ സന്ദേശം, നീ അനുഗ്രഹിക്കപ്പെടുവാൻ സമയമായി, നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങൾ കാണാം, പ്രതികൂലങ്ങൾ കാണാം, രോഗങ്ങൾ കാണാം, കഷ്ടങ്ങൾ കാണാം. ആ സാഹചര്യം കണ്ട് നിങ്ങളുടെ മനസ്സ് തളരരുത്, നിരാശപ്പെടരുത്, പ്രത്യാശയുടെ സമൃദ്ധി നിങ്ങളുടെ അകത്തുനിന്ന് പോകരുത്. നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ സ്ഥിതി മാറും, എന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നിരിക്കുക, എന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കാലം വരാൻ പോവുക. ഓരോ ദൈവമക്കളും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മുതൽ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിന്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് മാറ്റാൻ പോവുക, നിന്റെ സ്ഥിതിയെല്ലാം ദൈവം മാറ്റാൻ പോവുക. ബൈബിള് പറയുക, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ ഇന്ന് വചനം കേൾക്കുന്ന നിന്നെയും അനുഗ്രഹിക്കും. നമുക്കൊന്നിച്ച് പറയാം, കർത്താവേ, എൻ്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ പ്രവാസകാലം തികയ്ക്കണം എന്ന് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിത്യതയുടെ വെളിപ്പാട് കണ്ട് നിത്യദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയ ഞങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞങ്ങളെ അനുഗ്രഹിക്കാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ് അല്പം കൂടെ വിശുദ്ധരായി, അല്പം കൂടെ പ്രാർത്ഥിക്കുന്നവരായി, അല്പം കൂടെ വിശ്വസിക്കുന്നവരായി, അല്പം കൂടെ ദൈവാശ്രയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.